ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ തിരുവെഴുത്തുകളെ ആസ്പദമാക്കിയുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും തിരുവചനം പൊരിൽ തിരിച്ച് ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 80-ൽ പരം എപ്പിസോഡുകളിൽ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരമായി മറുപടി നൽകി തരുവാൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സാറിൽ കൂടി സാധിച്ചു. പ്രേക്ഷകർ ഈ പ്രോഗ്രാമിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന വിലയേറിയ ചോദ്യങ്ങൾ. ഇന്നത്തെ സെഷനിലും നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയുവാനായി മാന്യ കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം സങ്കീർത്തനം 62:11 വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ഈ 2 സമയം ഏതാണ് എന്നുള്ളതാണ് പ്രേക്ഷകന്റെ ചോദ്യം. ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടു. യെസ്. ഇത് അരുളി ചെയ്ത ആരാ? ദൈവമാ. ദൈവം എങ്ങനെ അരുളി ചെയ്യുന്നത്? 29 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, മഹിമയോടെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. അപ്പം കർത്താവ് ഒരു സ്ഥലത്ത് സംസാരിക്കുന്നത് അത് അവിടുന്ന് പ്രപഞ്ചത്തിന്റെ മറ്റേ അറ്റം വരെ പോയിട്ട് തിരിച്ചതിൻ്റെ എക്കോ ഇവിടെ കഴിവുള്ള ശബ്ദമാണ്. എൻ്റെ ശബ്ദം ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ ആ ഭിത്തിയെ ചെല്ലുന്നു, അവിടുന്ന് എക്കോ തിരിച്ചിങ്ങോട്ട് വരും. ദൈവം ഒരിക്കൽ അരുളി ചെയ്യുന്നത് it reaches the other end of the universe and from there it echoes back. That's all. Okay. Means how mighty God's voice. അതിന് നമ്മൾ ഖോൽ അഡനായി എന്ന് പറയുന്നത്. ഖോൽ അഡനായി, ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന ശബ്ദമെന്ന. ദൈവം ഒരിടത്ത് സംസാരിച്ചു, വചനം ഒരു ഭാഗത്തേക്ക് അയക്കുക, ആ അയച്ച വചനം അവിടെ ചെന്നു, അത് പ്രവർത്തിച്ചു, അതിന്റെ റിസൾട്ട് അവിടുന്ന് തിരിച്ചു വന്നു. കേട്ടോണേ, ഇപ്പം ദൈവം സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചു, ശക്തിയോടെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം ചെങ്കടൽ 2 പിളർന്നു. ആ വിവരം മിഡിൽ ഈസ്റ്റ് മുഴുവൻ അറിഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന ശബ്ദം, the word, the voice that has got the power to speak, to create, to act, സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവശബ്ദം ദൈവം ഒരു ഭാഗത്തേക്ക് ഒരു പ്രവൃത്തിയുമായിട്ട് അയക്കുന്നു. അവിടെ ചെന്ന പ്രവൃത്തി അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ആ പ്രവൃത്തി അവിടെ തീർന്നു എന്നുള്ള വിവരം റിപ്പോർട്ട് വരുന്നു. ഒരിക്കൽ അരുളി ചെയ്ത് 2 പ്രാവശ്യം കേട്ടു, അരുളി ചെയ്തും കേട്ടു, അതവിടെ പ്രവർത്തിച്ച റിപ്പോർട്ടും കേട്ടു. ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അതിന്റെ എക്കോ തിരിച്ചു വരുന്നതും കേട്ടു. 2, ദൈവം തന്റെ പ്രവൃത്തി അയച്ചു, ആ പ്രവൃത്തി ഇപ്പൊ സംസാരിക്കുകയാണ്. യെസ്, ഐ ഡിഡ് ഇറ്റ്. ഇതിനെപ്പറ്റി യെശയ്യാ 45-ാം അധ്യായത്തിൽ പറയുന്നത്, മഴയും ഹിമവും ആകാശത്ത് പെയ്യുന്നു, അത് അവിടേക്ക് തന്നെ തിരിച്ചു പോകാതെ കൃഷിക്കാരന് വിത്തും, ഭക്ഷണം കഴിക്കേണ്ടവന് ആഹാരം കഴിക്കേണ്ടവന് ഭക്ഷണവും കൊടുക്കത്തക്ക രീതിയിൽ ഭൂമിയെ സന്ദർശിച്ച് നനയിച്ച് വിളയിച്ച് ഫലപുഷ്ടി ഉള്ളതാക്കുന്നത് പോലെയാണ്
ഞാൻ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വചനം. ഓക്കെ, ഓക്കെ. അത് തനിയെ എൻ്റെ അടുത്ത് വരത്തില്ല. അതതിന്റെ കാര്യം ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഉം. എൻ്റെ ഹിതം നിവർത്തിക്കും. ഓക്കെ. അതാണ് ദൈവവചനത്തിൻ്റെ, ദൈവശബ്ദത്തിൻ്റെ പ്രത്യേകത. ഇതാണ് 62-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സർ, ഇറ്റ് ഈസ് Okay. വെരി ക്ലിയർ. ദൈവത്തിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം Yes, പ്രവർത്തിക്കുന്നു. and there is divinity in the voice. Yes. ആ, ശബ്ദത്തിൽ ദിവ്യത്വമുണ്ട്, ദൈവത്തോണ്ട്. ഡിവൈൻ പവർ ഉണ്ട്, Yes. ഡിവൈൻ പവർ ഉണ്ട്. Divine power. Yes, So, that is thank it. you very much, sir. Welcome. അടുത്ത ചോദ്യം, 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 24-ാം വാക്യത്തിൽ ദാവീദ് യാഗപീഠം ഓർന്നാന്റെ കളത്തിൽ പണിഞ്ഞു എന്ന് കാണുന്നു. എന്നാൽ 2 ശമൂവേൽ 24-ാം അധ്യായം 25-ാം വാക്യത്തിൽ ദാവീദ് യെബൂസ്യനായ അരവ്നയുടെ കളത്തിൽ യാഗപീഠം പണിതു എന്നും കാണുന്നു. ഇത് രണ്ടും ഒരേ ആളാണ്? അതെ, ഇത് രണ്ടും ഒരേ ആളാണ്. ഉം. എന്നാ പിന്നെ ഒരേ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരാളെന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ ഈ രണ്ടു പേരെടുത്ത് പറയുന്നത്? അതെ, ഓർന്നാനും അരവ്ന. യെസ്, നമുക്ക് ഈ രണ്ട് എഴുത്തുകാരും തമ്മിൽ ഫ്യൂ 100 years ഡിഫറൻസ് ഉണ്ട്. 2 ശമൂവേൽ എഴുതുന്നത് ദാവീദിന്റെ റോയൽ റൈറ്റേഴ്സ് ആണ്, ദാവീദിന്റെ ഹിസ്റ്റോറിയൻസ് ആണെങ്കിൽ. റോയൽ റൈറ്റേഴ്സ്. അത് കഴിഞ്ഞ് 100s of years കഴിഞ്ഞിട്ടാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം കുറെ കൂടെ റിസർച്ച് ടെക്സ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആരാ, എന്തോ എന്നുള്ളത് അവർ അന്വേഷിച്ച് കണ്ടെത്തി എഴുതുകയാണ്. ഈ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴേക്ക് പറ്റുന്ന കുഴപ്പം, ഒരുപാട് ഒറിജിനൽ ഇൻഫർമേഷനിൽ നിന്ന് അക്വയർഡ് നോളജിൽ വ്യത്യാസം ഉണ്ടാകും. ഒറിജിനൽ ഇൻഫർമേഷനിൽ നിന്ന് അക്വയർഡ് നോളജിൽ വ്യത്യാസം ഉണ്ടാകും. എനിക്കത് പിന്നെ ഞങ്ങളുടെ ഓൺ ഫാമിലി എക്സ്പീരിയൻസ് ഒരു മറുപടി ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. P.C. ഫിലിപ്പ് വേട്ടമല, ഇതാണ് വേട്ടമല ഉപദേശിയുടെ ഫുൾ നെയിം. P.C. ഫിലിപ്പ്. അത് അതിൻ്റെ ഫുൾ എക്സ്പാൻഷൻ പുത്തമ്പരയ്ക്കൽ ചാക്കോ മകൻ ഫിലിപ്പോസ് എന്നാണ്. അപ്പച്ചൻ്റെ മരണശേഷം അപ്പച്ചൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതിനകത്ത് V.C. ഫിലിപ്പ് എന്ന വി. വേട്ടമല ഫിലിപ്പോസ് ഉപദേശം പറഞ്ഞു വി ആയിരിക്കും എന്ന് വിചാരിച്ചു പി അങ്ങ് പോയി. ഇപ്പം വേട്ടമല ഉപദേശി എന്നല്ലാതെ ചിലർക്ക് ഫിലിപ്പോസ് ഉപദേശിവരറിയാം, ഈ പേര് അറിയത്തില്ല. ഇപ്പൊ ഒരാളുടെ അക്വയർഡ് ഇൻഫർമേഷനിൽ, അയാളുടെ അക്വയർഡ് ഇൻഫർമേഷനിൽ ഒറിജിനൽ ഇൻഫർമേഷൻ ഇല്ല. ഇതുപോലൊരു സ്ഥിതി ഫേസ് ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ ഫുൾ നെയിം ബാബു ജോൺ വേട്ടമല എന്നാണ്. എന്നെ അറിയാവുന്ന ഒരു മജോറിറ്റി ആളുകൾ വേട്ടമല പാസ്റ്റർ എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണെങ്കിൽ എൻ്റെ മരണം കഴിഞ്ഞ് ഫ്യൂ ഇയേഴ്സ് കഴിയുമ്പോൾ ബാബു ജോൺ അപ്രത്യക്ഷമാകും. വേട്ടമല പാസ്റ്റർ മാത്രമേ കാണത്തുള്ളൂ. അപ്പോ ദാവീദിന്റെ കാലം കഴിഞ്ഞു, സെഞ്ചുറീസ് കഴിഞ്ഞു. ഈ സംഭവം ആൾക്കാർക്ക് അറിയാം, അവരിത് അന്വേഷിക്കാൻ പോകുമ്പോൾ ഇയാളുടെ പോപ്പുലർ നെയിം ഒർന്നാൻ എന്നാണ്. ദാവീദ് എഴുതിയ ആ പേര് അയാളുടെ ഫസ്റ്റ് നെയിമാണ്. അതയാളുടെ അതയാളുടെ ഫസ്റ്റ് നെയിമാണ്. പക്ഷെ ആ ഫസ്റ്റ് നെയിമിലല്ല അയാൾ അറിയപ്പെടുന്നത്.
ഇതുപോലെയാണ് എൻ്റെ ഫാദർ ട്രിവാൻഡ്രത്ത് എത്ര വർഷം താമസിച്ചാണ് മരിച്ചത്. 2015 അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിക്കുമ്പോഴേക്ക് അച്ഛൻ്റെ പേര് MC ജോൺ എന്നാണെന്നും തങ്കച്ചൻ എന്നാണെന്നും ആർക്കും അറിയത്തില്ല. ഓക്കെ. വേട്ടവലയപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അല്ല, സോറി, റാന്നിയപ്പച്ചൻ എന്ന് എല്ലാവർക്കും അറിയാം. ഈ റാന്നിയപ്പച്ചൻ്റെ ഒറിജിനൽ പേരെന്തോ അറിയത്തില്ല. മനസ്സിലായി? ഒറിജിനൽ പേര് അറിയത്തില്ല. അപ്പം ഈവൻ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ ഇത്രയും വ്യാപകമായി, റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഇത്രയും ഉള്ളപ്പോൾ പോലും ഒരാളിൻ്റെ പേര് അയാളുടെ കാലഘട്ടത്തിൽ തന്നെ അപ്രത്യക്ഷമായിട്ട് അയാൾ അറിയപ്പെടുന്നത് പോലെ, വേറൊരു പേരിൽ അയാൾ അറിയപ്പെടുന്നത് പോലെ. ഫോർ എക്സാമ്പിൾ, പിണറായി വിജയൻ നമുക്കറിയാം. സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോൾ അയാളെ പിണറായി വിജയൻ നല്ല പേരിട്ടിരുന്നുള്ള ഉറപ്പാ, അല്ലേ? വേറെ എന്തോ ഒരു പേര് വിജയൻ ഉണ്ടായിരുന്നുള്ളത്. ഇപ്പം പിണറായി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എല്ലാം അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്ക്, SSLC പിണറായി ഉണ്ടോ? കാണാൻ ഒരു സാധ്യതയില്ല. അപ്പൊ പിന്നീട് വരുന്നവർ റിസർച്ച് ചെയ്ത് വരുമ്പോൾ ഒറിജിനൽ ഇൻഫർമേഷന് പകരം വേറൊരു ഇൻഫർമേഷനാണ് കിട്ടുന്നത്. അപ്പം ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും അത് സാധ്യമാണെങ്കിൽ, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് റെക്കോർഡിംഗ് ഒക്കെ ഈ ഇത്രയും ഇൻടാക്റ്റ് അല്ലായിരുന്ന കാലത്ത് അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ വൈ ഡസ് ദ ബൈബിൾ അലൗ ദാറ്റ് എന്ന് ചോദിച്ചാൽ, മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ വേദപുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. ഒരേ കാര്യം തന്നെ രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യുക രണ്ടുപേരെ കൊണ്ട്. അത് വേദപുസ്തകത്തിന്റെ വിശ്വസനീയതയുടെ ഭാഗമാണ് മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു മാം. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. അടുത്ത ചോദ്യം, അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 16-ാം വാക്യത്തിലും അതുപോലെ ആമോസിന്റെ പുസ്തകത്തിലും ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. ചോദ്യം ഇതാണ്: ഈ കൂടാരം എപ്പോൾ, എങ്ങനെ വീണുപോയി? എപ്പോൾ അതിനെ വീണ്ടും പണിത് നിവർത്തും? ആർക്കറിയാം? I can't say difficult question, പക്ഷെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് എലമെന്റ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ആൻസർ കേട്ട് കഴിയുമ്പം ഒരു വലിയ വിഭാഗം ആളുകളും ബാബു ജോൺ ദുരുപദേശം പ്രസംഗിക്കുന്ന പറഞ്ഞ ഇറക്കും. ബൈബിളിന്റെ ഒരു ഡോക്ടറിനെ അല്ല ഈ പറയുന്നത്, ഡോക്ടറിനൽ പാർട്ടി അല്ല, പിന്നെ എങ്ങനെ ദുരുപദേശമാകുന്നത്? ഡോക്ടറിന് എന്താണെന്ന് അറിയാൻ വയ്യാത്തവരാണ് ദുരുപദേശം നീ പറയുന്നത്. ആദ്യം ഒരു ഡോക്ടർ എന്താന്ന് പഠിക്കട്ടെ. ലെറ്റ്സ് കം ബാക്ക് ടു അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. വാഗ്ദത്തം കൊടുക്കുമ്പോൾ നിന്നിൽ കൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണം. അപ്പൊ വാഗ്ദത്തത്തിന്റെ പ്രധാന ഭാഗം വാഗ്ദത്ത ഭൂമിയാണ്. അപ്പൊ വാഗ്ദത്ത ഭൂമി മുഴുവൻ അബ്രഹാമിന്റെ സന്തതിക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഇത്ര ജ്ഞാനവും വിവേകമുള്ള ശ്രേഷ്ഠ ജാതി എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ട് ജാതികൾ ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണം. അപ്പം ഇത് അബ്രഹാമിന്റെ സന്തതിയിൽ ഒതുങ്ങി നിൽക്കാനല്ല ഈ വാഗ്ദത്തങ്ങൾ. ഇറ്റ് ഷുഡ് ഗോ ടു ദി ജെന്റൈൽസ്. നിന്നിൽ കൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ ഒന്നാമത് സംഭവിക്കേണ്ടത്, അബ്രഹാമിന്റെ ദൈവം കൊടുത്തല്ലോ ഒരു സ്കെച്ച് ആൻഡ് പ്ലാൻ ഉണ്ട് ലാൻഡ്സ്കേപ്പിന്റെ. അത്രയും ലാൻഡ്സ്കേപ്പ് കിട്ടണം യഹൂദന്. അത്രയും ലാൻഡ്സ്കേപ്പ് അവർക്ക് നേടിക്കൊടുക്കാൻ യോശുവായി കഴിഞ്ഞില്ല.
യോശുവയ്ക്ക് ശേഷം വന്ന ന്യായാധിപന്മാരും കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ശൗൽ രാജാവ് വരുന്നത്. അയാളെ കൊണ്ട് ഒന്നും ഒതുക്കത്തില്ല. പിന്നെ ദാവീദ് വരുന്നു. ദാവീദ് ഒറിജിനൽ സ്കെച്ച് അനുസരിച്ച് മുഴുവൻ ലാൻഡും ഇവർക്ക് നേടിക്കൊടുക്കുന്നു. അപ്പം ഇവർക്ക് നേടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കേണ്ടത് ജാതികൾ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരികയാണ് വേണ്ടത്. ഇതുപോലെ ദാവീദിന് ശേഷം ശലോമോന്റെ കാലത്ത് ശബാരാജ്ഞി വന്നതുപോലെ. പക്ഷെങ്കിൽ ദാവീദിന്റെ കാലമായപ്പോഴത്തേക്ക് ഇവര് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ് ഒത്തിരി റേസിസ്റ്റായി. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിച്ച ഒരാൾക്ക് അവിടെ വരാൻ കഴിയുന്ന സാഹചര്യം നിലനിന്നില്ല. അപ്പോ ഐഡിയലി സ്പീക്കിംഗ് ജാതികളുടെ കൂടാരങ്ങൾ, ദ ടെൻസ് ഓഫ് ദ ജെന്റൈൽസ്, എന്ത് വന്നില്ല? ഈ വാഗ്ദത്വമായിട്ട് കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, വീണുപോയി. ഏതിൽ നിന്ന്? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം ഇസ്രായേലിൽ സംഭവിക്കുമ്പോൾ അതെന്തിനു വേണ്ടി? ജാതികളുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി. ഈ ദൈവത്തെ പറ്റിയുള്ള അറിവിൽ, ഈ പരിജ്ഞാനത്തിൽ, ഈ വെളിച്ചത്തിൽ ജാതികൾ വരണം, ഈ വെളിച്ചത്തിൽ നടക്കാൻ. പക്ഷെ ജാതികൾക്ക് ഈ വെളിച്ചത്തിൽ നടക്കാൻ കഴിയുക എന്ന് പറയുന്ന വലിയ സുവർണ അവസരം അവിടെ സംഭവിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോയി. അപ്പം ജാതികളുടെ കൂടാരങ്ങൾ വീണുപോയി. അങ്ങനെ പോയി നൂറ്റാണ്ടുകൾ. ജെന്റൈൽസിനെ പറ്റി ഒരു ബോധം, ഒരു ഭാരമില്ലാതെ ഇസ്രായേൽ വളർന്നു. പിന്നീട് ബാബേൽ പ്രവാസകാലത്ത് the whole Gentiles in the world, entire Gentile world, കർത്താവിനെ പറ്റി അറിയാനിടയായി. ജെന്റൈൽ വേൾഡ് മുഴുവൻ കർത്താവിനെ പറ്റി അറിയാനിടയായി. അതിന് ദൈവം ഉപയോഗിച്ച ഏറ്റവും മഹാനായ മനുഷ്യൻ നെബൂഖദ്നേസർ. നെബൂഖദ്നേസറിന്റെ ഫുൾ കൺവേർഷൻ കഴിഞ്ഞിട്ട് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്ക് എഴുതി അയച്ചു, ദാനിയേലിന്റെ ദൈവമല്ല വേറൊരു ദൈവം ഇല്ലെന്ന്. അങ്ങനെ ലോകത്തെ ഇൻഫർമേഷൻ കൊടുത്തു. ലോകത്തിന് ഇൻഫർമേഷൻ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ലോകത്തിന്റെ വെളിച്ചമായി ദൈവപുത്രൻ ഇസ്രായേലിൽ ജനിക്കുമെന്നുള്ള ആ ഇൻഫർമേഷൻ ലോകത്തുള്ളത്. അപ്പോഴിതിനെപ്പറ്റി വേണ്ട അറിവ് യഹൂദന്മാർക്കില്ല. അറിവ് തിരിച്ചറിവെന്ന് പറയുന്നത് പറകൂടെ ശരി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്. കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറഞ്ഞ് ജാതികളുടെ അതിരിങ്ങനെ പോകരുന്ന് പറഞ്ഞു. ഇവർക്ക് സന്തോഷമായി, രക്ഷ നമുക്ക് മാത്രമാണല്ലോ, ജാതികൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന്. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴേ കർത്താവ് ക്രൂശീകരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളാൻ. പിന്നെ ശമരിയ, യഹൂദിയ ശമരിയ ഭൂമിയുടെ അറ്റത്തോളം പോയിക്കോളാം ശിഷ്യരാക്കാൻ. ആ ശുശ്രൂഷ അവർക്ക് മനസ്സിലാകാതിരുന്നപ്പോൾ ദൈവം ജാതികളുടെ അവരുടെ കൊണ്ടുവന്നു. അപ്പോഴും അവർക്ക് വേണ്ട പിടികിട്ടിയില്ല. അപ്പം ദൈവം ഒരാളെ വേറെ അപ്പോസ്തലനെ എഴുന്നേൽപ്പിച്ചു, ജാതികളെ ഉള്ള ഭാരം കൊടുത്ത്. പൗലോസ് പറഞ്ഞു, പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിൽ ശുശ്രൂഷ എന്ന പോലെ എനിക്ക് അഗ്രചെരുമരുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ ദൈവം എനിക്ക് വെളിപ്പാട് തന്നു. So he started on spreading churches everywhere. ചർച്ചസ് അങ്ങ് ഭയങ്കര സ്പ്രെഡായി, സ്പൊറാഡിക് ഗ്രോത്ത് ആയിപ്പോയി ജെന്റൈൽ ചർച്ചസിന്റെ. ഭയങ്കര ഗ്രോത്ത്. ഒരു നമുക്ക് ഒരു ഈക്വലൈസേഷൻ പറ്റത്തില്ല.
ഡ്രാസ്റ്റിക്. പോലങ്ങ് പരന്നു. അപ്പോ ഇവർക്ക് വീണ്ടും ആഗ്രഹം, യഹൂദന്മാർക്ക് അവരെ മുഴുവൻ പ്രോസിലൈറ്റ് ചെയ്യണം, പരിച്ഛേദന നടക്കണം, അവരെ കൊണ്ട് ഈ ന്യായപ്രമാണം മുഴുവൻ അനുസരിപ്പിക്കണം, അവരെ കൊണ്ട് ശബത്ത് ആചരിപ്പിക്കണം, കോഷർ ഫുഡ് തീറ്റിക്കണം, എന്നിട്ട് അവനെ ക്രിസ്ത്യാനിയാക്കിയാൽ മതി. യാക്കോബ് പറഞ്ഞോ, ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ട സമയമായി. നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി ന്യായപ്രമാണവും 10 കൽപ്പന തന്നെങ്കിൽ അവരെ നമ്മളെ ഒരുമിച്ച് ദൈവത്തോട് അടുപ്പിക്കാൻ ദൈവപുത്രൻ നേരിട്ട് വന്നു ന്യായപ്രമാണത്തോടെ അറുതി വരുത്തി. കർത്താവ് അറുതി വരുത്തിയ സാധനമാണ് ന്യായപ്രമാണം. അതൊരു തിരികെ മണ്ടക്ക് വെച്ച് കെട്ടരുത്. നമുക്ക് തന്നെ അനുസരിക്കാൻ കഴിയുന്നില്ല. നമ്മളെ കൊണ്ട് തന്നെ കൊണ്ടു നടക്കാൻ കഴിയത്തില്ല. ഇതെടുത്ത് ഈ പാവങ്ങളുടെ മണ്ടക്ക് വെച്ച് കെട്ടരുത്. They are the fallen tens of David. It is time for us to reinstate them, bring them back to the farm, to the family. അങ്ങനെ മാത്രമേ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. വേറെ ഒരു രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, ഇസ്രായേലിനെ അത്തി, മുന്തിരി, ഒലിവ് ഇവയോട് വിശുദ്ധ തിരുവെഴുത്തിൽ ഉപമിച്ചിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹീബ്രു കൾച്ചറിൽ ചില ധാരണകൾ അങ്ങ് ഇംബഡഡ് ആണ്. ഇംബഡഡ് ആയ ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർ വേദപുസ്തകത്തെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിന് ഈ 3 ഒരു വൃക്ഷവും 2 വൃക്ഷവും ഒരു ചെടി കൊണ്ടുവന്നിരിക്കുക. നീ മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു. ഇസ്രയേല. അത് ഇസ്രയേലിന്റെ സ്പിരിച്വൽ റീഇൻസ്റ്റേറ്റിങ്ങിനെ കാണിക്കുന്നത്. ബുധന്റെ ആത്മീയ തലത്തെ കാണിക്കുന്നത് മുന്തിരി. മുന്തിരിക്ക് എപ്പോഴും ആത്മീയ ബന്ധമാണ് കാണിക്കുന്നത്, സ്പിരിച്വലാണ്. ഇനിയും അത്തി യഹൂദന്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അപ്സ് ആൻഡ് ഡൗൺസിനെ കാണിക്കുന്ന അത്തി. അത്തി തളിർക്കും എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന യഹൂദന്റെ അഭിവൃദ്ധിയും താഴ്ചയുമാണ്. അത്തി ഉണങ്ങിപ്പോയി, കർത്താവ് ശപിച്ചിട്ട്. ആ ഉണങ്ങി അത്തി തളിർക്കാൻ തുടങ്ങി. ഇതൊക്കെ ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷൻസ് ആണ് കേട്ടോ, ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ഞാൻ അതിനൊന്നും എതിര് പറയാറില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ അതിന് പുറകെ പോകാറില്ല. ഐ എം നോട്ട് അഗൻസ്റ്റ് ഇറ്റ് ഓണസ്റ്റ്ലി, പക്ഷെ ഞാൻ അതിൻ്റെ പുറകെ പോകാറില്ല. കാര്യം എൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ആ ഇന്റർപ്രിട്ടേഷൻ തെറ്റുകൾ ഒരുപാടാണ്. ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പോസ് ദാറ്റ്. അതുകൊണ്ട് ഞാനും മിണ്ടാത്തത്. ഇനിയും ഒലീവ് യഹൂദന്റെ മാർഗീയമായ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്, മോറൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ഒലീവ്. So the political life, the moral life and the spiritual life, ഇത് 3 ഈ 3 ചെടികൾ കൂടെ നമുക്ക് കാണാനുള്ളത്. ഓക്കെ, താങ്ക് യു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആത്മീകമായിട്ടുള്ള കാര്യങ്ങളെയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നതെല്ലാം പറഞ്ഞത്. Absolute. Yes, absolute. താങ്ക് യു വെരി മച്ച് സർ. അടുത്തൊരു ചോദ്യം കൂടെ. മത്തായിയുടെ ലേഖനം 14-15 വാക്യങ്ങളിൽ ഹാനോക്ക് ഭാവി കാലത്തെ കുറിച്ച് പറഞ്ഞ ഒരു പ്രവചനമാണ്.
ഉം, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും ഉം, 1000 വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഉം, അതുപോലെ യോശുവ 10-13 സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൺ താഴ്വരയിലും നിൽക്ക എന്നുള്ളത് മലയാളത്തിൽ ശൂരന്മാരുടെ പുസ്തകം എന്നും ഇംഗ്ലീഷിൽ ഈസ് നോട്ട് ദിസ് റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ജാഷർ എന്നും കാണുന്നു. ഉം, വീണ്ടും 2 ശമൂവേൽ 2 ശമൂവേൽ 1-18 അവൻ ഇസ്രായേൽ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പാൻ കൽപ്പിച്ചു, അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് വായിക്കുന്നു. ഉം. ഇന്നത്തെ തിരുവെഴുത്തുകളിൽ നിന്ന് ഈ പുസ്തകങ്ങൾ ഒഴിവാക്കിയതിന്റെ കാരണം ഒന്ന് വ്യക്തമാക്കാം. ഈ പുസ്തകം ഇത് മാത്രമല്ലല്ലോ, ആ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഓക്കെ. ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു, 4 ചാകുകളായി പിരിഞ്ഞു. ആ നദി വെളിപ്പാട് പുസ്തകത്തിൽ വന്ന് അവസാനിക്കുന്നു. ഈ നദിയുടെ പുറകെ ഒരു പുസ്തകം പോകുന്നു. ആ നദിയുമായിട്ട് കണക്റ്റഡ് ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു, ബാക്കി ഒന്നും പറയുന്നില്ല. ഓക്കെ. കാരണം അത് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. ക്രിസ്തു എന്ന സെൻട്രൽ പോയിന്റ്. ആ ക്രിസ്തു എന്ന സെൻട്രൽ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വന്ന കാര്യങ്ങൾ അവസാനം ക്രിസ്തു റിവീൽഡ് ആകുന്നു, കംപ്ലീറ്റ് ഫുള്ളി മാനിഫെസ്റ്റഡ് ആകുന്നു, തന്റെ തേജസ്സിൽ വെളിപ്പെടുന്നു. അപ്പൊ ക്രിസ്തു എന്ന ദൈവപുത്രനെ വെളിപ്പെടുത്തുക, തന്നിലേക്കുള്ള രക്ഷയെ വെളിപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വെളിപ്പെടുത്തുക എന്നല്ല, ബാക്കിയുള്ള ലോകത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിടിപ്പിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിന്റെ പണിയല്ല. ആദാമിനും ഹവ്വായ്ക്കും 2 ചെക്കന്മാരുണ്ടായിട്ട് നമുക്കറിയാമല്ലേ. നിങ്ങൾക്ക് ആർക്കും വേറെ പിള്ളേരൊന്നും ഉണ്ടായിട്ടില്ല, പെൺമക്കൾ ഉണ്ടായിരുന്നില്ലയോ? അതിനെപ്പറ്റി വല്ല വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് സെൻട്രൽ പോയിന്റ് മാത്രം പറഞ്ഞു പോകുന്നത്. വേദപുസ്തകത്തിന്റെ പേർപ്പസിന് ഇനവിറ്റബിളായ കണക്റ്റിംഗ് പോയിന്റ്സ് മാത്രം, കണക്റ്റിംഗ് ഇൻഫർമേഷൻ മാത്രമേ ബൈബിളിലുള്ളൂ. പിന്നെ ബൈബിൾ മനുഷ്യനെ എക്സ്പെക്ട് ചെയ്യുന്നത് മനുഷ്യന് ഇച്ചിരി ബുദ്ധി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മനുഷ്യനോട് പറയത്തില്ല. രാവിലെ നിങ്ങൾ എത്ര മണിക്ക് ഉണരണം, എത്ര മണിക്ക് കിടക്കാൻ പോകണം, തുണി കൊടുക്കുന്നത് തുണി വലത്തോട്ട് ചരിച്ചു കൊടുക്കണോ ഇടത്തോട്ട് കൊടുക്കണോ, മുണ്ട് താഴെ മുട്ടാൻ പാടില്ല ഇല്ലയോ, പല്ല് തേക്കുന്നത് ഇങ്ങനാണോ ഏതാ, ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണോ ഹൊറിസോണ്ടലായിട്ടാണോ പല്ല് തേക്കേണ്ടത്, ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും മനുഷ്യൻ രാവിലെ പല്ല് തേച്ചായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം ആരും പല്ല് തേച്ചിട്ടില്ലതാണോ? ഇതൊന്നും വേദപുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയമല്ല. വിശുദ്ധ തിരുവെഴുത്തുകളുടെ പ്രതിപാദ്യ വിഷയം ഞാൻ പറഞ്ഞില്ലേ, ഏതിൽ നിന്ന് പുറപ്പെട്ട ആ നദി, അത് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നു. അതിന്റെ പുറകെ പോവുക കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹോൾ വേൾഡ് ഹിസ്റ്ററി ഇതാ കണക്ട് ചെയ്തു. വെളിപ്പാട് ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് കൊണ്ട് അവസാനിപ്പിച്ച എൻ്റയർ വേൾഡ് ഹിസ്റ്ററി, അതുമായിട്ട് കണക്റ്റഡ് ആയ കാര്യങ്ങൾ മാത്രമേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. ബൈബിൾ ഒരു ഫുൾ എക്സോസ്റ്റീവ് വേൾഡ് ഹിസ്റ്ററി അല്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയും ജിയോഗ്രഫിയുമായിട്ട് കണക്ട് ചെയ്ത് ബൈബിളിൽ പറഞ്ഞിട്ടുമുണ്ട്. ലോകരക്ഷകനായി യേശുക്രിസ്തുവിനെ പ്രതിപാദിക്കുക എന്നുള്ളതാണ്, ചിത്രീകരിക്കുക എന്നുള്ളതാണ് മുഖ്യ പ്രതിപാദനം. മുഖ്യം അതുമായിട്ട് കണക്ട് ചെയ്യാത്ത കാര്യങ്ങൾ, അല്ലാതെ അതുമായിട്ട് കണക്ട് ചെയ്യാത്ത ഇനവിറ്റബിൾ അല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞു പോകുമ്പോ ഒന്ന് തൊട്ട് അത് ശിവരന്മാരുടെ പുസ്തകത്തിലുണ്ട്, ഞാനൊക്കെ പ്രവചിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതിനെപ്പറ്റി എല്ലാം വേദോസം കൊണ്ടുവന്ന് ഒരു വേദോസം ആഡ് ചെയ്യത്തില്ല. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി ഞങ്ങൾ കരുതുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതിന്റെ സമയത്ത് അതിനുള്ള മറുപടി മാന്യ കത്രിദാസൻ നൽകുന്നതായിരിക്കും. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വൺസ് അഗൈൻ. Thank you.